മലയാള സിനിമയിലെ ദുരന്ത നായികമാരിൽ ഒരാളാണ് വിജയശ്രീ. കത്തി നിൽക്കെ ആത്മഹത്യ ചെയ്ത താരം. വിജയശ്രീയുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെ കഥകൾ പലപ്പോഴായി സിനിമാ കേരള പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യയ്ക്ക് പിന്നിലെ കഥകൾ ശരിയാകാം, തെറ്റാകാം. എന്തായാലും ഒരു പെൺകുട്ടി, വിജയശ്രീ ആത്മഹത്യ ചെയ്യുമ്പോൾ പെൺകുട്ടി തന്നെയായിരുന്നു. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ അത് അവളുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകൾ ഏൽപ്പിച്ചത് കൊണ്ടാകാം. അത് കുടുംബാംഗങ്ങളാകാം, അവളെ ചൂഷണം ചെയ്ത വിപണിയാകാം, അവളെ ചൂഷണം ചെയ്ത അസീം ഭായി എന്ന കാമുകനുമാകാം. എന്തായാലും വിജയശ്രീ ആത്മഹത്യ ചെയ്തതിന് പിന്നിലെ രഹസ്യങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നു വിജയശ്രീയുടെ പ്രത്യേകത? വിജയശ്രീയുടെ പ്രത്യേകത മധു വൈപ്പന സാർ, സിനിമാ മംഗളത്തിൻ്റെ എഡിറ്ററായ മധു വൈപ്പന സാർ വിജയശ്രീയുടെ പ്രത്യേകതയായി പറഞ്ഞത് വിജയശ്രീയുടെ തുടകളാണ്. കൂട്ടി ഉരുമുന്ന തുടകൾ, തട്ടിച്ച തുടകൾ, അതായിരുന്നു വിജയശ്രീയുടെ പ്രത്യേകത. ആ തുടകൾ നന്നായി സംവിധായകർ സെക്സ് രംഗങ്ങളിൽ ഉപയോഗിച്ചു. വിജയശ്രീയോടൊപ്പം പണിയെടുത്ത ക്യാമറാമാൻ വേണുജി പറഞ്ഞിട്ടുണ്ട്, വേണുജി ഒരിക്കൽ എന്നോട് പറഞ്ഞു, വിജയശ്രീയുടെ തുടകൾ കൂട്ടി ഉരുമിയാൽ രക്തം വരുമായിരുന്നു എന്ന്. അത്ര തടിച്ച തുടകളായിരുന്നു വിജയശ്രീയുടെ പ്ലസ് പോയിൻ്റ്. എന്നാൽ മാറിടങ്ങൾക്ക് വലിയ സമൃദ്ധി ഇല്ലായിരുന്നു വിജയശ്രീക്ക്. വിജയശ്രീ തൻ്റെ തുടകൾ കൊണ്ട് മലയാള സിനിമയെ അമ്മാനമാടി. തൻ്റെ തടിച്ച കൂട്ടിയൊരുമുന്ന തുടകൾ കൊണ്ട് മലയാള സിനിമയെ അമ്മാനമാടിയ വിജയശ്രീ ശരീര പ്രദർശനത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. എന്ന് വെച്ചാൽ ശരീര പ്രദർശനം നടത്താൻ അവർ തയ്യാറായിരുന്നു. അവരുടെ നിതംബവും അവരുടെ തുടകളും ഒക്കെ ആയിരുന്നു അവരുടെ പ്ലസ് പോയിൻ്റ്. വിജയശ്രീ സിനിമയിലേക്ക് കത്തിക്കയറുന്നത് നസീറും ഷീലയും തമ്മിലുള്ള പിണക്കത്തിന് ഇടയിലാണ്. നസീറും ഷീലയും തമ്മിൽ പിണങ്ങുന്നു. നസീറിൻ്റെ ജോഡിയായി ജയഭാരതി എത്തുന്നു. അതിനോടൊപ്പം നസീർ വളർത്തിക്കൊണ്ടുവന്ന ഒരു നടിയായിരുന്നു വിജയശ്രീ. വിജയശ്രീ തിരുവനന്തപുരത്തെ സാധാരണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയായിരുന്നു. മദ്രാസിലെത്തിയ വിജയശ്രീക്ക് ആദ്യം കുറച്ച് തമിഴ് സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു. പിന്നീടാണ് മലയാള സിനിമയിൽ എത്തുന്നത്. അവിടെ വിജയശ്രീയുടെ ഗോഡ് ഫാദറായി മാറിയത് പ്രേം നസീറിനോടൊപ്പം അസീം ഭായി എന്ന വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു, സിനിമ പ്രൊഡ്യൂസറായിരുന്നു. വിജയശ്രീയെ വെച്ച് അങ്കത്തട്ട് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു അദ്ദേഹം. അസീം ഭായിയുടെ ഭാര്യയായി വിജയശ്രീ മാറി. പക്ഷേ പൊന്നാപുരം കോട്ട എന്ന ചിത്രം എല്ലാം തകർത്തു. പൊന്നാപുരം കോട്ടയിൽ വെള്ളച്ചാട്ടത്തിൽ വിജയശ്രീ കുളിക്കുന്ന രംഗവും വിജയശ്രീയുടെ മുലക്കച്ച അഴിഞ്ഞു പോകുന്ന രംഗവും വിജയശ്രീയുടെ പൂർണ്ണനഗ്ന ശരീരം ക്യാമറാമാൻ പകർത്തിയ രംഗവും ഒക്കെ പ്രേക്ഷകർക്ക് അറിയാം. പറഞ്ഞ് ബോറാക്കൊന്നില്ല സിനിമാ കേരള. പക്ഷേ അതിനുശേഷം അസീം ഭായി വിജയശ്രീയോട് ഒരകലം പാലിച്ചു. അത് വിജയശ്രീയെ തകർത്തുവെന്നും അവരുടെ ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നും പറയപ്പെടുന്നു. സിനിമാ മംഗളത്തിന് എഡിറ്ററായ മധു വൈപ്പന സാർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന തൻ്റെ ആത്മകഥയിൽ വിജയശ്രീയുടെ ആത്മഹത്യയെക്കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട്. വിജയശ്രീക്ക് ആത്മഹത്യ ചെയ്തപ്പോൾ മോർച്ചറിയിൽ അവരുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ
ഒപ്പിട്ട് കൊടുത്തവരിൽ ഒരാൾ മധുവൈപ്പനെയും മറ്റൊന്ന് സിനിമാ മാസിക എഡിറ്റർ നടരാജനും ആയിരുന്നു. അവരായിരുന്നു പോസ്റ്റ്മോർട്ടം ടേബിളിൽ കൂടെ, ഇൻക്വസ്റ്റ് ടേബിളിൽ കൂടെ ഉണ്ടായിരുന്നത്. മധുവൈപ്പൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, വിജയശ്രീയുടെ സമൃദ്ധമായ ശരീരം കണ്ട നിമിഷം ആ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം പറയുന്നുണ്ട്. തടിച്ച തുടകളും നിതംബവും ആയിരുന്നു വിജയശ്രീയുടെ പ്രത്യേകത. മാറിടങ്ങൾ അത്ര സുന്ദരമല്ലായിരുന്നു. എന്തായാലും വിജയശ്രീയെ പറ്റി പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. വേണുജിക്ക് പറയാനുണ്ട്. വേണുജി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇങ്ങനെ പലർക്കും പലതും വിജയശ്രീയെ പറ്റി പറയാനുണ്ട്. പക്ഷേ വിജയശ്രീയെ പറ്റി സിനിമാ കേരള ഒരു തേങ്ങലോടുകൂടി മാത്രമേ ഓർക്കാറുള്ളൂ.